അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ അഥവാ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ ജനാധിപത്യത്തിൽ അപ്പോൾ ഈ ഭാഗത്താണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ആ പേജ് ഇത് 9ാം ക്ലാസ്സിലെ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ. അപ്പോൾ അതിനകത്തെ ഒരു സെക്ഷനാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, PSCക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇലക്ഷൻ കമ്മീഷൻ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ജനാധിപത്യ ഭരണക്രമത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കുള്ളതാണ്. നമുക്കറിയാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യുന്നത്, 18 വയസ്സിന് മേലെ ഉള്ള ആളുകൾ, നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത് എന്താണ്, ഭരണാധികാരിയെ സെലക്ട് ചെയ്യുന്നത് വോട്ടിംഗ് വഴിയാണ്. അപ്പം ഈ വോട്ടിംഗ് എന്ത് ചെയ്യണം, നീതിപൂർവമായിരിക്കണം, അതുപോലെ തന്നെ നിഷ്പക്ഷവും സ്വാതന്ത്ര്യവുമാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ആയിരിക്കണം ഞാൻ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യേണ്ടത്, അല്ലാതെ വേറൊരാളുടെ അഭിപ്രായത്തിന് ചൊല്ലിയിട്ട് എനിക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യത്തിൽ അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ അതെന്താണ്, അപ്പോൾ ഇന്ത്യയിൽ ഇത് കൊണ്ടുവരുന്നത് ഈ ഉത്തരവാദിത്തം, ഈ ഇലക്ഷൻ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തം ആർക്കാണ്, ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ആർക്കാണ് ഇന്ത്യയിലെ സ്ഥാനം, തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സ്ഥാനം. അപ്പം ഇതെങ്ങനെയാണ് നിലവിൽ വന്നത്, ഏത് അനുച്ഛേദങ്ങളെന്നൊക്കെ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ വന്നിരിക്കുന്നത്, ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രക്രിയ നടത്താൻ വേണ്ടി ഒരു ഭരണഘടനാ സ്ഥാപനം, അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം ഈ ഭരണഘടനയിലെ അനുച്ഛേദം 324 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അനുച്ഛേദം 324 എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇത് എന്നാണ് നിലവിൽ വരുന്നത്, 1950 ജനുവരി 25 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട്, ഇന്ത്യയിൽ ഭരണഘടനാ സ്ഥാപനമാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരവാദിത്തം, ഇലക്ഷൻ്റെ ഉത്തരവാദിത്തമുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അനുച്ഛേദം 324 1950 ജനുവരി 25 എന്ത് ചെയ്യുന്നത്, ഈ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ എത്ര അംഗങ്ങളുണ്ട്, പ്രസ്താവന ചോദ്യമായിട്ട് വരാം. ഇതിൽ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധമുള്ളത്, ഇല്ലെങ്കിൽ ബന്ധമില്ലാത്തവ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളവയാണ്. അപ്പോൾ നോക്കി, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും, അപ്പോൾ ആദ്യം ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, അതുപോലെ തന്നെ 2 കമ്മീഷണർമാരും എക്സ്ട്രാ ഉണ്ടാവും, അവരും കൂടെ ചേരുന്നതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ആരൊക്കെയാണ്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേരുന്നതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്, നമ്മുടെ പ്രസിഡൻ്റാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഒന്നില്ലെങ്കിൽ ഇവർക്ക് 6 വർഷം, തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള 6 വർഷം തൊട്ടുള്ള 6 വർഷം ഭരിക്കാം. ഇല്ലെങ്കിൽ എന്താണ്, ഇവർക്ക് 65 വയസ്സ് പൂർത്തിയാവുന്നത് വരെ, 65 വയസ്സ് വരെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ട് ഭരിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അവരെന്ത് ചെയ്യണം, ഇതിലെന്തെങ്കിലും ക്രൈറ്റീരിയ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിനകത്തുനിന്ന് മാറണം. അല്ലാതെ ഇവരെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്താക്കാൻ പറ്റും. എന്തുമൂലം, ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എഴുതിയിട്ടുണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ഏതാണ്, ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യം, അഴിമതി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ എല്ലാം സത്യമാണോ എന്ന് അന്വേഷിച്ച് സത്യമാണെങ്കിൽ മാത്രം ഇവരെന്ത് ചെയ്യും, ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യും നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, കേന്ദ്രഭരണ പ്രദേശമുണ്ട് നമുക്ക് ഇന്ത്യയിൽ, അതുപോലെ എന്തുണ്ട്, സംസ്ഥാനങ്ങളും ഉണ്ട്. ഈ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം കൂടെ ഒന്ന് ഐക്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓഫീസറാണ് ആരെന്ന് പറഞ്ഞത്, ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഫീസർ ആരാണ്, സംസ്ഥാനവും കേന്ദ്രഭരണത്തെ ഇലക്ഷൻ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. ഇനി അതിനുശേഷമുള്ളത് EVM. എന്താണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. നമ്മളെല്ലാം വോട്ട് ചെയ്യാൻ പോയപ്പം കണ്ടിട്ടുണ്ടാവും EVM എന്ന് പറഞ്ഞിട്ടുള്ള മെഷീൻ.
നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ്. അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അപ്പം കള്ള വോട്ടുകളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് EVM എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അപ്പോൾ എന്നാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ച് നോക്കിയത്? 1982 കേരളത്തിലാട്ടോ പറവൂരിലെ നിയമസഭാ മണ്ഡലത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. 2004 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. അപ്പോൾ ആദ്യം യൂസ് ചെയ്തത് 1982, വീണ്ടും 2004 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണ് 543 മണ്ഡലങ്ങളിലും നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റാണുള്ളത്. കൺട്രോൾ യൂണിറ്റും ഉണ്ട്, ബാലറ്റ് യൂണിറ്റും ഉണ്ട്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫിക്കേഷൻ പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സുതാര്യമാക്കാനായിട്ട്, നല്ല രീതിയിൽ സുരക്ഷയുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതിനകത്ത് എന്തും കൂടി ഉണ്ട്? VVPAT. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? എന്താണെന്ന് നോക്കി. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ? നല്ല സുരക്ഷയുണ്ട്, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ വേഗതയുണ്ട്, നമ്മൾ മാനുവലി ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫലം പ്രഖ്യാപിക്കുന്ന സമയത്ത് വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫലപ്രഖ്യാപനം മറ്റേതിനേക്കാളും കൂടുതൽ, മാനുവലായിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ചിലവുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷനാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. ആ ചിലവുകൾ കുറയ്ക്കാനും ആര് നമ്മളെ സഹായിക്കുന്നു? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. അപ്പം ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വളരെയധികം സുധാരണ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഏതെന്ന് പറഞ്ഞത്? സുപ്രധാന ചുമതലയുള്ള ഒരു കമ്മീഷനാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വോട്ടർമാരുടെ കുറച്ച് സംഭാഷണമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു ബോക്സിൽ എടുത്തിട്ടുണ്ട്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പാർലമെൻറ്റ് നിയമ നടപടികളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ്? ഭരണഘടനാ പദവിയിലുള്ള ആളുകളെ നമുക്ക് അവിടെ നിന്നും ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഏതെന്ന് പറഞ്ഞത്? ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റിന് നടപടികളൊക്കെ പൂർത്തിയായതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവരെ നമുക്ക് അതിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ.